പുട്ടുണ്ടാക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കണ പോലത്തെ പുട്ടല്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ന് പുട്ടുണ്ടാക്കണത് മാങ്ങയും കൊണ്ടാണ് ഉണ്ടാക്കണത്. മാങ്ങയും കൊണ്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ അത് നിങ്ങൾ കഴിച്ച് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. പിന്നെ സാധാരണ നമ്മൾ പൊടിയൊക്കെ നനച്ചിട്ട് എടുക്കില്ലേ, വെള്ളം ഒഴിച്ചിട്ട് പൊടിയൊക്കെ നനച്ചിട്ട് എടുക്കില്ലേ. പക്ഷേ മാങ്ങയും കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ പൊടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. കഴിക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മാങ്ങയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. കറി അരിഞ്ഞ പഴം ഒന്നും ചേർക്കാണ്ട് തന്നെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ പുട്ടുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയും പിന്നെ മാങ്ങയും കൂടി ചേർത്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ഈ ഗോതമ്പ് പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ, അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ആട്ടോ കൂടുതൽ ഇഷ്ടമായത്. കാരണം ഗോതമ്പിന് ഓൾറെഡി ചെറുതായിട്ടൊരു മധുരം ഉണ്ടല്ലോ, പിന്നെ മാങ്ങയും കൂടിയും ചേർന്ന് കഴിയുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിന് നല്ല, പിന്നെ നല്ല മണമുള്ള മാങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിന് നല്ല മണം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതതിന് റെഡിയാക്കാമെന്ന്. അപ്പോൾ ഇനി നമ്മുടെ മാങ്ങാപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും ഇതേപോലെ പുട്ടുണ്ടാക്കാം കേട്ടോ. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇത്രയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ. കാരണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിന് അതനുസരിച്ചിട്ട് മധുരം കൂടുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക. പിന്നെ പുട്ടിലേക്ക് സാധാരണ നമ്മൾ ചേർക്കണ തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നനച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളമൊന്നും ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രം മതി ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മാങ്ങയൊന്ന് തൊണ്ടെത്തിയിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇതേപോലത്തെ മാങ്ങയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലേക്കും പല വെറൈറ്റിയിലുള്ള മാങ്ങ കിട്ടുമല്ലോ. നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ, നല്ല കളറ് കാണുന്നുണ്ട്. കാരണം ഈ മാങ്ങ ചില സമയത്ത് നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇത്രയ്ക്ക് കളറ് കാണില്ല. അപ്പോൾ അത് ഇത് തൊണ്ട് കളയാൻ പോണതിന് മുമ്പ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തോരം കളറുണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇത് നല്ല കളറുണ്ട് കേട്ടോ മാങ്ങയ്ക്ക്. അപ്പോൾ നല്ല കളറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നല്ല കളറ് നമ്മുടെ പുട്ടിനും കിട്ടും. കളറ് മാത്രമല്ല കേട്ടോ, ടേസ്റ്റും കിട്ടും. മാങ്ങയ്ക്ക് തൊണ്ട് ചെത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതേപോലെ പീലർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ചിലർ പീലർ വെച്ചിട്ട് അങ്ങനെ അവർക്കറിയില്ല അതിൻ്റെ അത് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പം. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്ത് നോക്കട്ടെ. ഈ കത്തി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമാണ് പീലർ വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഈ മാങ്ങയൊന്ന് ചെത്തിയിട്ട് എടുക്കുക. അത് നമ്മൾ മാങ്ങ ഇടുമ്പോൾ ഒറ്റ പ്രാവശ്യം അടിക്കുമ്പോൾ എല്ലാ മാങ്ങയോടും ഒരുമിച്ചിടരുത് കേട്ടോ. ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇട്ടാൽ മതി ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ മാങ്ങ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി നമ്മൾ നനയ്ക്കുമ്പോഴായിരുന്നാലും കൂടുതൽ വെള്ളമായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കില്ലേ. അതേപോലെ തന്നെ മാങ്ങ ചേർത്താലും അതേപോലെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ ഒരുപാട് ചേർക്കണ്ട. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു അളവ് കറക്റ്റ് ഏകദേശം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ മാങ്ങ ഞാനിവിടെ ചെത്തിയെടുത്തിട്ടുണ്ട്. മാങ്ങണ്ടി നീക്കി വയ്ക്കാം. ലാസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് മാങ്ങണ്ടി കഴിച്ചോളാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പുട്ടിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇത് നമ്മൾ സാധാരണ പൊടി കുഴച്ചിട്ട് എടുക്കണ പോലെ കൈ കൊണ്ടൊന്നും കുഴയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ, നല്ല ഈസിയാണ്. ഇനി ഇതിലേക്ക് പൊടി ചേർക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇതേപോലെ സ്പൂണിൽ ഇത്രയ്ക്ക് പൊടിയാണ് എടുത്തേക്കുന്നത്. കാരണം കറക്റ്റ് അളവ് ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പൊടിയുടെ ഒരു നനവിനനുസരിച്ചിട്ട് മാങ്ങ കുറേശ്ശെ ഇട്ടിട്ട് കറക്കിയിട്ട് എടുത്താൽ മതി. പക്ഷേ കുറേ പൊടി മിക്സിയിലിട്ടിട്ട് ഒറ്റ ട്രിപ്പിൽ നമ്മൾ കറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ഒരു 1/4 ഭാഗം പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോഴായിരിക്കും അത് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പം. അല്ലെങ്കിൽ കുറേ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു കഷ്ണം മാങ്ങ ചേർക്കണത്. ഇത്രയ്ക്ക് മാങ്ങ മതിയാവും തോന്നണം. ഇൻ കേസ് നമ്മളങ്ങനെ അടിക്കുന്ന സമയത്ത് എങ്ങാനും കട്ട പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുകൊണ്ടിട്ടാം ഞാൻ കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ആയിരുന്നാലും ഒരുപാട് ആവശ്യമില്ല കേട്ടോ, കാരണം മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവുമല്ലോ. എന്നാലും ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൊടി നമുക്ക് ഈ മാങ്ങയുടെ നനവുണ്ടല്ലോ, ആ നനവ് കൊണ്ട് തന്നെ പൊടി നമുക്ക് കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് കറക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ.
അപ്പോൾ ഇത് മിക്സി ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കണവരെ ഞാനിത് ഫോർവേഡ് ചെയ്യില്ല കേട്ടോ കാണിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര സമയം ഇട്ടിട്ടാണ് കറക്കിയേക്കണേന്നുള്ളത്. ഇത് തുറന്നു നോക്കട്ടെ കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പോൾ ചേർത്തേക്കണം മാങ്ങ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറച്ച് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ തുറക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഞാനത് എടുത്ത് നോക്കട്ടെ. കുറച്ച് മാങ്ങ കൂടുതലാണെന്ന് തോന്നുന്നു. അങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ ഇതിനകത്ത് പൊടി കുറച്ച് കട്ട പിടിച്ച പോലെ ആയിട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്തേക്കണം മാങ്ങ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കഷ്ണം മാങ്ങ ഫുള്ള് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മാങ്ങയുടെ ഒരു 3/4 ഭാഗം ചേർത്താൽ മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ കറക്കിയിട്ട് എടുക്കുമ്പോഴും ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി പൊടി ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ മാങ്ങ കൂടിയിട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കി നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടിയും കറക്കി നോക്കട്ടെ കേട്ടോ. എന്നിട്ടും ശരിയായില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മതിയാവും. ഇതിനകത്ത് ഒരുപാട് അങ്ങനെ വെള്ളം കൂടുതൽ കാണുന്നില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുകൂടി ഒന്ന് കറക്കി നോക്കട്ടെ. ഇപ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിർത്തി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒറ്റ സ്പീഡിലിട്ടിട്ട് അടിക്കണ്ട. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ എടുക്കുമ്പോൾ അതേപോലെ ഞാൻ കാണിച്ചില്ല, അതേപോലെ പൊടി എങ്ങാനും ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറേശ്ശെ പൊടി ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊടി നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഈ പൊടി നമ്മൾ കറക്കിയെടുത്തത് ഇപ്പോൾ രണ്ടാമത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പൊടി ഇതേപോലെ കിട്ടും നമുക്ക്. മാങ്ങയുടെ നല്ല മണം വരുന്നുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. ഈ പൊടി ആയിരുന്നാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അത് നല്ല മധുരമുള്ള മാങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മധുരം കൂടുമല്ലോ. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. പുട്ടിൻ്റെ പൊടി നമ്മൾ മാങ്ങയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കേട്ടോ നമ്മുടെ പൊടി കിട്ടിയേക്കുന്നത്. ഇതേപോലെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് അടിച്ചപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കട്ട പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറേശ്ശെ പൊടി ഇട്ടിട്ട് കറക്കിയിട്ട് എടുക്കുക. കാരണം പൊടിക്ക് അത്യാവശ്യം നല്ല നനവ് വേണം. ഇനിയിപ്പോൾ ഈ പൊടിയുടെ നനവ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. അതിപ്പോൾ സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുന്ന പുട്ടായിരുന്നാലും ഇതേപോലെ കേട്ടോ പൊടിയുടെ നനവ് നോക്കണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ചിലർ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് പുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വന്നാലും പുട്ട് വേവാണ്ടിരിക്കുന്നത്. അത് വെള്ളം നനവ് കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ വരാം. എന്നിട്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇതിപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ നമ്മളത് പൊടിച്ചിട്ട് ഇടുമ്പോൾ അതേപോലെ തന്നെ ഒരുപാട് കട്ട പിടിക്കാണ്ട് അതിങ്ങനെ പൊടിഞ്ഞ് പോവുകയും ചെയ്യണം. കാരണം വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മളത് ഇങ്ങനെ പൊടിച്ചിട്ട് ഇടുന്ന സമയത്ത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഭയങ്കര കട്ട പോലെ കിടക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് അത് പൊടിച്ചിട്ട് ഇടുമ്പോഴും നമ്മൾ കൈ കൊണ്ട് തിരിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയതുപോലെ വരികയും ചെയ്യും. ഇപ്പോൾ പൊടിക്കായിരുന്നാലും നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നനവുണ്ട്. സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പൊടി നനയ്ക്കണ ആ സെയിം നനവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കണം. മാങ്ങ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. കയ്യിൽ വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാങ്ങ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് കാണിച്ചില്ലേ അതേപോലെ വരും. ഭയങ്കര കട്ട പിടിച്ച പോലെ വരും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മാങ്ങാപ്പൂട്ടിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഞാനിവിടെ കുറച്ചും കൂടി പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടിയിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കട്ടെ. ഇതിനകത്ത് കുറച്ച് വലിയ തരി പോലെ കിടക്കണില്ലേ, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ കൈ കൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉടഞ്ഞു പോകുന്നുള്ളൂ.
കാരണം നമ്മൾ വെള്ളം കൂടുമെന്ന് വെച്ചിട്ട് തീരെ മാങ്ങ ചേർക്കാതിരിക്കരുത്. അപ്പോൾ നമ്മുടെ പുട്ടിന് ആ കറക്റ്റ് നനവും കിട്ടില്ല, പുട്ടിന് അതനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയും ചെയ്യില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് കട്ട പോലെ കിടക്കുന്നുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല, അത് അങ്ങോട്ട് ഉടഞ്ഞോളും. ഞാൻ അതേപോലെ വലിയ തരി പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഉടച്ചിട്ടിടുക. ഇവിടെ പൊടി കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ഇത് കുറച്ച് ചെറിയ പാത്രം. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തോ. പുട്ടും കണയിലേക്ക് ഫസ്റ്റ് തേങ്ങ ചേർക്കുക. ചില്ലിട്ടിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരും വീടുകളിൽ പണ്ടത്തെ ഈ പൂട്ടും കുറ്റിയൊക്കെ ഭയങ്കര വലുതായിരുന്നു. അതായിരുന്നു കുറച്ചും കൂടി നല്ലത്. ഇപ്പം കിട്ടുന്നത് സ്റ്റീലിൻ്റെ ഭയങ്കര ചെറുത്, ഒന്നിനും കനമില്ല, ഒന്നുമില്ല. ഇനി കുറച്ചും കൂടി നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയാണ് വരാമോ. സാധാരണ പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോൾ നല്ലതാണ് വന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ സാധനങ്ങൾ വന്നതൊക്കെ പൊട്ടേ വന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്ത് കുഴിയും എന്ത് നല്ലതായിരുന്നേ. ഇപ്പോൾ കിട്ടണത് ഒന്നും ഇപ്പോൾ പിന്നൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട്, ഒന്നും നല്ലത് വരുന്നില്ല. ഇപ്പോൾ കുക്കറിൻ്റെ കാര്യം പിന്നെ പറയണ്ട, ഞാൻ വാങ്ങണ കുക്കറുകളൊക്കെ പൊട്ടയപ്പോൾ. അതേപോലെ പണ്ടത്തെ ഇഡ്ഡലി പാത്രം, അതിനൊക്കെ എന്ത് വലുപ്പവും എന്ത് കനമായിരുന്നു. ഇഡ്ഡലി തട്ടൊക്കെ ആയിരുന്നാലും പണ്ടത്തെ ഇഡ്ഡലി തട്ടിന് നല്ല ഓരോ ഇഡ്ഡലി വയ്ക്കുന്ന ആ കുഴിക്ക് നല്ല വലുപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇഡ്ഡലിക്കൊക്കെ ഭയങ്കര ചെറുതാണ്. അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോ കേട്ടോ. സാധാരണ എൻ്റെ വീട്ടിലേക്കും എൻ്റെ കല്യാണത്തിന് മുമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം തേങ്ങ ഇട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദിവസം തേങ്ങ ഇട്ടു. ഞാൻ വളരെ കുറച്ച് തേങ്ങ ഇട്ടത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയായിരുന്നു, ഇതെന്തൊരു കുറച്ച് തേങ്ങ ഇട്ടേക്കണേന്ന്. അവർ നന്നായിട്ട് തേങ്ങ ഇടും. ഈ പുട്ടിൻ്റെ ഈ പൊടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോട്ടെ. അപ്പോൾ ഇതൊന്ന് സെറ്റാവും. ഒരുപാട് പ്രസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആവി പുറത്തേക്ക് പോവില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അതെന്ത് പുട്ടുണ്ടാക്കുമ്പോഴും പതുക്കെ അമർത്താൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് അമർത്തി പൊടി നിറച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് വേവുകയും ചെയ്യില്ല. പുട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആവി വന്നോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിറയ്ക്കാൻ പാടില്ല. പക്ഷേ കൈ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ കുക്കറിൻ്റെ മുകളിലായിട്ടാണ് വെക്കണത്. ഞാനിവിടെ ഓൾറെഡി കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആവി വരണുണ്ട്. തീ കുറച്ച് വെച്ചേക്കായിരുന്നു, ഇനി തീ നന്നായിട്ട് കൂട്ടിക്കട്ടെ. പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ആവി വന്ന വഴിക്ക് തന്നെ ഇത് ഓഫ് ചെയ്യരുത് കേട്ടോ. ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് പിന്നെയും നന്നായിട്ട് ഇങ്ങനെ ആവി വരണം, എന്നാൽ മാത്രമേ നമ്മുടെ പുട്ട് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ പുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ആവി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആവി വരണം, എന്നാൽ മാത്രമേ പുട്ട് വേവുള്ളൂ. അപ്പോൾ ഇനി ഇത് കണ്ട് എടുക്കാം. ഇനി പുട്ട് എടുക്കട്ടെ കേട്ടോ പുറത്തേക്ക്. ഇവിടെ എനിക്ക് വാഴല കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രോസൺ വാഴലയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് കഴുകി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അത്രയ്ക്കായിട്ട് നല്ലൊരു പച്ച കളറില്ല. കുത്തട്ടെ. പൊടിയാണ്ട് പോരണേ. പൊടിഞ്ഞ ഇല്ല, പൊടിഞ്ഞില്ല. കുറച്ച് തേങ്ങ നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്. അത് ഈ പുട്ടും കണയിൽ എപ്പോൾ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ നമ്മുടെ മാങ്ങാപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, നല്ല കളറാട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക, അപ്പോൾ നല്ല കളറും ഉണ്ടാവും. പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാകുമ്പോൾ പുട്ടിന് നല്ല മധുരം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി ബാക്കിയുള്ള പുട്ടും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അത് ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഇതുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ, ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പിടിക്കണത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ പൊടിയൊക്കെ ഞാൻ എപ്പോഴും പല തരത്തിലുള്ള പൊടികളാണ് എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ കാരണം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാങ്ങാപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാങ്ങയും കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ.
കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാനെടുത്തിരുന്ന മാങ്ങയ്ക്ക് നല്ല കളറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടിനായിരുന്നാലും നല്ല കളറുണ്ട്. പിന്നെ ഗോതമ്പിനും ഒരു ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടിൻ്റെ കളറും കൂടി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള കളറ്. ഞാൻ കഴിച്ചോട്ടെ. ഞാൻ വെറുതെ കേട്ടോ കഴിക്കുന്നത്. എനിക്ക് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഞാനിതിൻ്റെ റെസിപ്പി എനിക്ക് മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പോൾ മനസ്സിലിങ്ങനെ ഒരു ഐഡിയ വന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞാനിങ്ങനെ തേങ്ങയും കൂട്ടിയിട്ട് ചൂടോട് കൂടിയിട്ട് ഇതിനകത്തിട്ടാണ് തേങ്ങയും കൂട്ടിയിട്ടായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ. വേഗം കഴിച്ചു തീർക്കട്ടെ. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറി അല്ലെങ്കിൽ പഴം ഒന്നും ആവശ്യമില്ല. ചെറിയ ചൂടോട് കൂടിയിട്ട് വെറുതെ കഴിക്കുക. തേങ്ങ നന്നായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ തേങ്ങയും ഇതും കൂടിയിട്ടാണ്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ പഴം കൂട്ടിയിട്ട് കഴിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴം കൂട്ടിയിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലും എപ്പോഴും മാങ്ങയുടെ സമയമുള്ളൂ. ഇപ്പം മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് തുടങ്ങി. എന്നാലും എപ്പോഴും നമ്മുടെ നാട്ടിൽ മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. ഇപ്പോൾ എൻ്റെ പുട്ട് ചെറുതായിട്ട് ചൂടാറിട്ടോ. ചെറുതായിട്ടല്ല, നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പക്ഷേ കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടി കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നത് ഇഷ്ടം കൂടുതൽ. തോന്നണില്ല നിങ്ങൾ ഇതേപോലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടാവുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് കേട്ടോ. തേങ്ങയ്ക്ക് പകരം ചിലപ്പം ചക്ക അല്ലെങ്കിൽ മാങ്ങയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചക്കയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതേപോലെ വെള്ളമൊന്നും നനയ്ക്കാണ്ട് ഈ മാങ്ങയുടെ വെള്ളം കൊണ്ട് തന്നെ പൊടി നനച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ മിയാ പുതിയ റെസിപ്പികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയാ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ.